ചേച്ചി ചേച്ചി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാല് അല്ലല്ല ഇന്നത്തെ ദിവസേ ചേച്ചി ഇപ്പൊ ഫുഡ് കഴിച്ച് വിവാദം ഉണ്ടായിരുന്നല്ലോ മറ്റേ കിച്ചുവിന്റെ ഒരു വ്ളോഗില് അത് ക്ലാരിറ്റി അത് നിങ്ങൾ അച്ഛനെ കാണാൻ പോകുന്ന ടൈമിൽ പോയി ബിരിയാണി കഴിച്ചെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പക്ഷെ അങ്ങനത്തെ നെഗറ്റീവ് ഒക്കെ കുറച്ച് ആ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ടായിരുന്നു. എന്റെ പപ്പ അന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കത്തീഡ്രലൈസേഷൻ ഇട്ടാണ് പുള്ളി കിടന്നത്. ഡെഡ് ബോഡി ഫ്യൂണറലിന്റെ ചടങ്ങിന് പോലും പപ്പായ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ സീരിയസ് ആയിരുന്നു പപ്പായ്ക്ക്. പിന്നെ എൻ്റെ ചേച്ചി ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയുടെ ഭർത്താവും കിച്ചുമൊക്കെയാണ് പോയത്. കുറെ പള്ളിക്കാരും ആൾക്കാരൊക്കെ പോയി. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നെ എങ്ങനെ ആരാ 5 സ്റ്റാർ ഹോട്ടലിൽ പോയെന്ന് എനിക്കറിയില്ല. പോയത് എനിക്കൊന്ന് പള്ളിക്കാരോ വേറെ അയൽപക്കക്കാരൊക്കെ പോയായിരുന്നു. അവരാണ് പോയത്. ഞങ്ങൾ ആരും അന്നത്തെ ദിവസം വെള്ളം ഇറക്കിയിട്ടില്ല. ഞാൻ വെള്ളം ഇറക്കിയിട്ടില്ല. എന്തായാലും തൊണ്ടേന്ന് വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരുന്നപ്പോൾ ബിരിയാണി കഴിച്ചെന്നൊക്കെ പറഞ്ഞ് കൂടെ ഉള്ളവര് വ്യക്തമായിട്ട് പറയണം. പറയുമ്പോൾ വ്യക്തത ഉണ്ടായിരുന്നു അതിനകത്ത്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതിലിപ്പോ നിങ്ങൾ വീട്ടിൽ തന്നെ കിടന്ന് എനിക്ക് ബോധമുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പച്ച വെള്ളം അന്നത്തെ ദിവസം ഇറക്കിയിട്ടില്ല. ഫ്യൂണറൽ കഴിഞ്ഞ് ആരൊക്കെയോ ചേർന്ന് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ കഴിച്ചത്. അത് തന്നെയല്ല എൻ്റെ കസിൻസ് എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും കഴിക്കണം, കാരണം അവനെ കൊണ്ടുവരുമ്പോൾ, അതായത് സുധി അവനെന്ന് പറഞ്ഞാൽ കസിൻസാണ്, അവരുടെ അളിയന്മാരാണ്. അളിയനെ കൊണ്ടുവരുമ്പോഴത്തേന് ഞങ്ങൾക്ക് നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ അളിയനെ കൊണ്ടുവരുമ്പോഴത്തേന് ഞങ്ങൾക്കും കാണണം. അപ്പം നീ എന്തെങ്കിലും കഴിക്കണമെന്നുള്ള നിർബന്ധിച്ചിട്ട് പോലും ഞാൻ ഒരു പച്ച വെള്ളം ഇറക്കാതാണ് ഞാൻ അവിടെ നിന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല. മനസ്സിലായി. ഫ്യൂണറലിന്റെ അന്ന് വൈകിട്ട് അത് കഴിഞ്ഞിട്ട് കിച്ചുവിന്റെ ഒരു കൂട്ടുകാരൻ, ആ കുട്ടി ഒരു ആക്സിഡന്റ് മരിച്ച കിച്ചുവിന്റെ കൂട്ടുകാരൻ ഒരു 19 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആ കുട്ടി അവർ രണ്ടും കൂടെ എന്നോട് പറഞ്ഞു അമ്മ, ആ കുട്ടി എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. കിച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആ കുട്ടിയും കൂടെ പൊറോട്ട എന്തോ കഴിക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നത്തെ വൈകിട്ട് കഴിച്ചത്. അല്ലാതെ ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല. എനിക്കും പോയിട്ടില്ല. പച്ചവെള്ളം ഇറക്കിയിട്ടില്ല. എന്റെ അപ്പനും അമ്മയും ആരും, ചേച്ചിയും ചേട്ടനും ആരും ഇല്ലായിരുന്നു.